ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് നമുക്ക് ചോറിനൊന്നും കറിയില്ലാത്ത ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഇതിനധികം ചേരുവകളൊന്നും വേണ്ട, മെയിനായി തക്കാളിയും പച്ചമുളകും ഉണ്ടായാൽ മാത്രം മതി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ 6 തക്കാളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ തക്കാളിയാണ്, പിന്നെ 4 പച്ചമുളകും. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. തക്കാളിയും പച്ചമുളകൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ, അപ്പോഴാണ് നമ്മുടെ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് പൊട്ടി വരുമ്പോഴാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഞാൻ തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇത് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, തക്കാളി പെട്ടെന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ തക്കാളി പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഞാനിതൊരു 2 മിനിറ്റ് മൂടി വെക്കുന്നുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ നമ്മുടെ തക്കാളി ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയും സോഫ്റ്റ് ആവണം. നമുക്കിത് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ആ ചട്ടകയായിട്ട് തന്നെ നമുക്കിത് നന്നായി ഉടച്ചു കൊടുക്കാം. പച്ചമുളകും തക്കാളിയൊക്കെ നല്ലോണം സോഫ്റ്റ് ആവണം വരെ നമുക്കിത് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ കുറച്ചൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് ചേർത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 നുള്ള് മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അധികം ഒന്നും ചേർക്കരുത്, 2 നുള്ള് തന്നെ മതി. കാരണം മല്ലിപ്പൊടിയുടെ ആ കുത്തെടുക്കും. പിന്നെ മല്ലിപ്പൊടിയുടെ ആ രുചി ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ നമുക്കിത് നന്നായി വഴറ്റിയെടുക്കാം. ഒപ്പം തക്കാളിയൊക്കെ ഉടയാതെ കിടക്കുന്ന തക്കാളിയൊക്കെ നമുക്ക് ഉടച്ചു കൊടുക്കും ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളം ഒഴിക്കരുത്. ഇനി ഈ വെള്ളം വറ്റി വരുന്ന വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഉള്ള കാരണമാണ് ചേർത്ത് കൊടുത്തത്. ഞാനിതിലേക്ക് വേപ്പിൻ്റെ ഇലയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉണ്ടെങ്കിൽ നല്ലതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരയാണ്, 2 നുള്ള് പഞ്ചസാര. അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായി മിക്സ് ആക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായി ഇളക്കിയതിന് ശേഷം സെർവ് ചെയ്യാം. നമുക്ക് കറിയൊന്നും ഇല്ലാത്ത ടൈമിൽ ഒരു 5 മിനിറ്റ് മതി ഇത് തയ്യാറാക്കി എടുക്കാൻ. ഇതും ഒരു മുട്ട പൊരിച്ചതോ ഒരു പപ്പടം ഉണ്ടായാൽ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ തക്കാളി ചമ്മന്തി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്ക് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എത്തുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.